ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഓഫ് സീസൺ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഈ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ആ ഒരു ടൂറിസ്റ്റുകൾ വരുന്ന സമയമെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സീസൺ അവസാനിക്കുമ്പോൾ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് പൂട്ടിയിടും. പിന്നീട് അടുത്ത സീസൺ വരെ ആ ഒരു സ്ഥലം എന്തായാലും തുറക്കത്തില്ല. അതിനെയാണ് ഓഫ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മൂവിയിലും ഒരു ദ്വീപുണ്ട്. അവിടെ ഇപ്പോൾ ഓഫ് സീസൺ ആണ്. പക്ഷേ മറ്റു ദ്വീപുകളിൽ നിന്നും ഈ ഒരു ദ്വീപിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓഫ് സീസൺ സമയത്ത് ആ ഒരു ദ്വീപിലേക്ക് പോകുന്ന ഒരാളും ആ ദ്വീപ് വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. അതിന് കാരണം ആ ഒരു ദ്വീപിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മിസ്റ്ററിയാണ്. അതെന്താണെന്ന് ക്ലൈമാക്സിൽ വേറെ ലെവൽ ടെസ്റ്റോടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള മേരിയോട് അവളുടെ അമ്മ ഈവ അവർ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. എന്റെ ചെറുപ്പത്തിലെ കുറച്ച് സമാധാനത്തിന് വേണ്ടി ഞാനൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. വളരെ വിചിത്രമായിട്ടുള്ളൊരു സ്ഥലം. ആ ഒരു സ്ഥലം വിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നെ പിന്തുടരുന്നത് പോലെ അതിൽ നിന്ന് എനിക്ക് വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്കും ചിലപ്പോൾ അതുപോലെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെല്ലാം കാണാൻ കഴിയും. എന്നിരുന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാം അവർ നിന്നെ കാണിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പെട്ടെന്ന് അവളുടെ അമ്മ അലറി വിളിക്കുന്നതും ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മേരി എവിടേക്ക് ഇങ്ങനെ പോവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മേരിക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മേരി, നിങ്ങളുടെ അമ്മയുടെ കല്ലറ ആരോ തകർത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കത്ത് അയച്ചിട്ടുള്ളത് ഗ്രിയേസൺ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഇതനുസരിച്ചാണ് ആ ഒരു കത്തിലുള്ള സ്ഥലത്തേക്ക് നമ്മുടെ മേരി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേരി പോകുന്നത് ഒരു ദ്വീപിലേക്കാണ്. അതുപോലെ അവൾ പോകുന്നത് ഒറ്റയ്ക്കല്ല, അവളുടെ സുഹൃത്തായിട്ടുള്ള ജോർജും അവളോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ രണ്ടുപേരും പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വെളിയിൽ മഴയെല്ലാം പെയ്യുന്നു. അങ്ങനെ അവസാനം ഇവർ ആ ഒരു ദ്വീപിന്റെ വെളിയിലെത്തി. അപ്പോൾ ഈ ഒരു ദ്വീപിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാലമുണ്ട്. അത് കഴിഞ്ഞ് വേണം ദ്വീപിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ടുള്ള ഒരേ ഒരു വഴി ഈ ഒരു പാലം മാത്രമാണ്. അപ്പോൾ ഈ ഒരു പാലത്തിനൊരു കാവൽക്കാരനുണ്ട്. അയാൾ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് അവരെ തടഞ്ഞിട്ട്, സോറി, ഇപ്പോൾ എന്തായാലും അകത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല, ഇതിപ്പോൾ ഓഫ് സീസൺ ആണ്, അതുപോലെ നല്ല കാറ്റും മഴയെല്ലാണ്ട് നിങ്ങൾ തിരിച്ചു പോകാൻ പറയുമ്പോൾ ഹീറോയിൻ, ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ, എൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് എന്നും പറഞ്ഞ് ആ ഒരു ലെറ്റർ എടുത്ത് കാണിക്കുമ്പോൾ അയാൾ പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ ഒരു കാര്യം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു പാലം കഴിഞ്ഞ് നേരെ ആ ഒരു ദ്വീപിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് തന്നെ അവിടെയുള്ള കടകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തുറന്നിട്ടില്ല, കാരണം ഇതൊരു ഓഫ് സീസൺ ആണ്. ഈ ഒരു കാര്യം അറിയാതെയാണ് ഇവർ ഇവിടേക്ക് വരുന്നത്. പക്ഷെ അതൊന്നും അവർക്ക് കാര്യമാക്കേണ്ടല്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും നേരെ അവളുടെ അമ്മയുടെ ശവക്കല്ലറയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കല്ലറ ആരും തകർത്തിട്ടുണ്ട്. അപ്പോൾ ജോർജ് പറയും, ഓക്കെ, നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് അയാളെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ മറ്റൊരു വശത്തേക്ക് പോകുന്നു. മേരി ആണെങ്കിലും വെറുതെ നിൽക്കത്തില്ല. അവളും അയാളെ തിരക്കി ആ ഒരു സെമിത്തേരിയുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ നടന്നു നോക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് കത്തയച്ച ആ ഒരാളുണ്ടല്ലോ, അയാൾ ഇവിടെ നിൽക്കാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അയാൾ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ പുറകിലായിട്ട് ഒരു സ്ത്രീ കുറേ നേരമായിട്ട് ഹീറോയിനെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ മേരി പെട്ടെന്ന് തിരിഞ്ഞിട്ട്, അല്ല, നിങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് നേരമായിട്ട് അയാളെ അന്വേഷിക്കുന്നുണ്ട്, അയാളാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനായിട്ട് കത്തെഴുതിയത് എന്ന് പറയുമ്പോൾ ഇവര് അതിന് മറുപടി പറയാതെ ഹീറോയിനെ നോക്കിയിട്ട് പറയും, നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിനാണ് കണ്ടത്, അന്ന് കുറച്ച് ദൂരെ നിന്നാണ് കണ്ടത്, അപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീ ഇപ്പോഴും ഉള്ളത്. എന്നെ ഇവിടെയുള്ള ആളുകൾ മിസ് എമിലി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള സ്ട്രീറ്റിലെ ഒരു പൂക്കടയാണ് ഞാൻ നടത്തുന്നതെന്ന് കൂടി പറയുമ്പോൾ ഇതെല്ലാം കേട്ട ഹീറോയിൻ വിചാരിക്കും അവളുടെ അമ്മയെ അവർക്ക് അറിയാന്ന്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല, നിനക്ക് എന്റെ അമ്മ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇവരതിന് മറുപടി പറയാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മേരിയെ തന്നെ നോക്കി നിൽക്കുന്നു. മേരി എന്തൊക്കെ പറഞ്ഞിട്ട് അവരെ നോട്ടം വിടുന്നില്ല. കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും അപ്പോൾ മേരി ചോദിക്കും, അതെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന്, ഇല്ല, എനിക്കിപ്പോ തന്നെ പോകണം, കൊടുങ്കാറ്റ് വരാൻ പോവാണ്. അതുപോലെ ആ ഒരു കുഴിമാടങ്ങൾക്കിടയിലൂടെ ആരോ ഒരാൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ മേരി ആ ഒരു വശത്തേക്ക് തിരിഞ്ഞു നോക്കും. പക്ഷെ അവിടെ ആരുമില്ല. എന്നിട്ട് തിരിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ആ ഒരു സ്ത്രീയെയും അവിടെ കാണാനില്ല. ഷെടാ, ഇതെന്താന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് എന്തോ ഗേറ്റ് തുറക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം കേൾക്കുന്നിടത്തേക്ക് മേരി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് മേരി നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാല് കടൽ തീരത്തേക്കാണ്. അങ്ങനെ ആ ഒരു കടൽ തീരത്തേക്ക് ചെന്ന് നടന്നു ചെല്ലുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് ആരോ ഒരാള് ഈ ഒരു തീരത്തോടെ നടന്ന് ഇങ്ങനെ പോകുന്നു. അപ്പൊ മേരി പുറകെ നടന്നു നിന്നിട്ട്, ഹേയ് ജോർജ്, നീ എവിടേക്കാ പോകുന്നത്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരാൾ അവിടെ നിൽക്കുന്നില്ല. അയാൾ വീണ്ടും മുന്നിലേക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. മേരി അയാളുടെ പുറകെ ചെന്ന് അവസാനം അയാൾ ഈ ഒരു തീരത്ത് നിന്നും കരയിലേക്ക് കയറിപ്പോവും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ മേരി ആണെങ്കിലോ അയാളോടൊപ്പം തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അയാളുടെ പിറകെ ഒരുപാട് നടന്ന് ചെല്ലുമ്പോൾ അവിടെ എവിടെ അയാളെ കാണുന്നില്ല. അപ്പൊ മേരി വിചാരിക്കും ഇതെവിടെ പോയെന്നും പറഞ്ഞ് വീണ്ടും കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കുറെ പനകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, നല്ല കാട് പോലെയുള്ള ഒരു ഭാഗം. അതും കൂടാതെ ഇവിടെ നല്ല പുകയുള്ളത് കൊണ്ട് മുന്നിലുള്ള ആരെയും പെട്ടെന്ന് കാണാൻ കഴിയത്തില്ല. അങ്ങനെ മേരി ഇതൊന്നും കാര്യമാക്കാതെ പിന്നെയും മുന്നിലേക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്.
അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആരോ ഒരാൾ അവിടെ നിൽക്കുന്നത് പോലെ ഒരു നിഴല് കാണുന്നുണ്ട്. പതിയെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവളുടെ മുന്നിലേക്ക് നടന്നു വരുന്നു. കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു. അവൾ ആ ഒരു വശത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേര് ഈ ഒരു കാടിനുള്ളിൽ നിന്നും അവളെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അവരുടെ കണ്ണുകളാണെങ്കിലോ വെള്ള നിറത്തിലെ. കൂടാതെ ഇപ്പോൾ ഒരാള് അതിനകത്ത് നാലറി വിളിക്കുന്ന ശബ്ദം കൂടി കേൾക്കുമ്പോഴത്തേക്കും മേരി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അതേ വഴിയെ തന്നെ ആ ഒരു കടൽ തീരത്തേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ അവള് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോർജിനെ കാണുന്നത്. അപ്പോൾ ജോർജ് മേരിയെ കണ്ടിട്ട്, ഹേയ്, ഞാൻ നിന്നെ എത്ര തവണ നിന്റെ പുറകെ വന്ന് വിളിച്ചെന്നറിയോ? പക്ഷെ നീ അതൊന്നും കേൾക്കാതെ നീ ഇതിനകത്തേക്ക് കയറിപ്പോയേ. അപ്പോൾ മേരി അറിയുമില്ല, അതിനകത്തേക്ക് ഒരാൾ കയറിപ്പോയിരുന്നു, അതിന്റെ പുറകെ പോയതാണ് ഞാൻ. അതുമല്ല, അതിനകത്ത് അവൾ കണ്ട കാര്യങ്ങളെല്ലാം അവനോട് പറയുമ്പോൾ അവൻ പറയും, ശരി, ഇപ്പോൾ നമ്മൾ എന്തായാലും നോക്കിയിട്ട് വേറെ ആരെ കണ്ടില്ലല്ലോ, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു വണ്ടി എടുത്തിട്ട് തിരിച്ചിങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവരൊരു മോട്ടലിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പേരും വയസ്സായിട്ടുള്ള ആളുകളാണ്. അതുപോലെ ഇവർ കയറുന്നതിന് മുന്നേ അതിനകത്ത് ഈ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് എല്ലാവരും ഡാൻസ് എല്ലാം കളിച്ച് നിൽക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും ഡോർ തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഈ പ്രതിമ നിൽക്കുമല്ലോ, അതുപോലെ തന്നെ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് മേരി പറയുന്നത്, അല്ല, ഞാനിവിടെ സെമിത്തേരി സൂക്ഷിക്കുന്ന ആ ഒരാളെ അന്വേഷിച്ചു വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഇത് കേട്ടിട്ട് ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജോർജ് പറയും, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഈ ഒരു പാലം കടക്കണം, ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയുമ്പോൾ അവരപ്പോഴും സഹായിക്കുന്ന ഒരു മട്ടില്ല. അപ്പോഴാണ് ജോർജ് കുറച്ച് പണം എടുത്ത് ഒരാൾക്ക് കൊടുത്തിട്ട്, ഇനി നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ അയാൾ പണവും വാങ്ങിയിട്ട് എന്നും പറഞ്ഞിട്ട് ജോർജിനെ കൊണ്ട് നേരെ ഉള്ളിലേക്ക് പോവാണ്. ആ ഒരു സമയത്താണ് മേരിയുടെ അടുത്തേക്ക് അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ വന്ന് അവളോട് ഇങ്ങനെ സംസാരിക്കും. ഇതൊരു ചെറിയ ദ്വീപാണ്, ഇതിനുള്ളിൽ എന്ത് നടന്നാലും എല്ലാവർക്കും ആ ഒരു കാര്യം അറിയാൻ കഴിയും എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ നിനക്കും ആ ഒരു കാര്യം അറിയോ എന്ന് മേരി തിരിച്ചു ചോദിക്കുമ്പോൾ അതെ അറിയാം എന്നും പറഞ്ഞ് അവനത് പറയാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആളുകളുണ്ടല്ലോ എല്ലാവരും, ഹെൻറി, അതൊരിക്കലും പറയരുത്. അവൻ പതിയെ മേരിയോട് പറയും, മേരി, ഈ ഒരു വർഷം പുറത്തായ അവസാനത്തെ മനുഷ്യൻ ഞാനാണ്. അപ്പോൾ അവൾ പറയും, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൻ പറയും, എങ്കിൽ പിന്നെ നീ എന്നോടൊപ്പം വാ, എൻ്റെ വീട് ദേ ഇവിടെ അടുത്താണ്, അതുപോലെ എല്ലാവരേക്കാൾ മുന്നിൽ ഞാൻ എഴുന്നേൽക്കും, എനിക്കാണെങ്കിൽ ഒരു ബോട്ടുണ്ട്, അതുവഴി ഞാൻ നിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവെക്കാം, എന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ മേരി ചോദിക്കും, ഓ, നീ നല്ല സുഹൃത്താണല്ലേ, ശരി, അങ്ങനെയാണെങ്കിൽ അതാരാണ് ചെയ്തത് എന്നോട് പറയാൻ പറയുമ്പോൾ അവൻ വീണ്ടും ആ ഒരു കാര്യം പറയാനായിട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും വന്ന് അവനെ പിടിച്ച് പുറകിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജോർജ് വെളിയിലേക്ക് വന്നിട്ട്, മേരി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ചോദിച്ച് അവളോട് പറയും. അയാളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല, ശരി, നമുക്ക് എന്തായാലും തിരിച്ചു പോവാം എന്ന് പറയുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ളൊരു അപ്പൂപ്പൻ ഇവരെ നോക്കിയിട്ട്, അതെ, നിങ്ങൾ ആ ഒരു സെമിത്തേരി നല്ലതുപോലെ പരിശോധിച്ചോ എന്നും പറഞ്ഞ് ഇതെന്തോ വലിയൊരു തമാശ പോലെ അങ്ങനെ ചിരിക്കാൻ തുടങ്ങാണ്. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നു. ഷെടാ, ഭ്രാന്തൻ സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇതെല്ലാം കണ്ട് പേടിച്ച് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാറും എടുത്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ജോർജ് മേരിയോട് ചോദിക്കും, അല്ല, ആ ഒരു പയ്യൻ നിന്നോട് എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ, ഹേയ്, അതൊന്നുമില്ല, പക്ഷേ എനിക്കറിയാം ഈ ഒരു ദ്വീപിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിരുന്നു മരിച്ചതിന് ശേഷം ഒരിക്കലും അമ്മ ഈ ഒരു ദ്വീപിൽ അടക്കം ചെയ്യരുതെന്ന്. അങ്ങനെ അമ്മ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദ്വീപിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ. അപ്പോൾ ഇത് കേട്ട ജോർജ് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട്, അല്ല മേരി, നീ കുറേ നേരമായിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്ക് വ്യക്തമാവുന്നില്ല നീ പറയാൻ പറയുമ്പോൾ. അതെ, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മരണശേഷം ഒരിക്കലും അമ്മ ഈ ഒരു ദ്വീപിൽ അടക്കം ചെയ്യരുതെന്ന്. ഈ ഒരു ദ്വീപിലെ ആളുകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അവര് ഏതോ ഒരു സാത്താനുമായിട്ട് എന്തോ ഒരു ഉടമ്പടിയിൽ കരാർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ദ്വീപിൽ ആദ്യമായിട്ട് താമസിക്കാൻ വന്ന ഒരുപാട് കുടുംബങ്ങളും വലിയൊരു കൊടുങ്കാറ്റിൽ മരണപ്പെടുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പെട്ടെന്ന് കടലിൽ നിന്നും ഒരു മനുഷ്യൻ കരയിലേക്ക് കയറി വന്ന് ഈ ഒരു ദ്വീപിലുള്ള ആളുകളായിട്ട് ഒരു കരാർ ഉണ്ടാക്കി. അപ്പൊ ആ ഒരു കരാറിൽ ഏർപ്പെട്ട ആളുകളാണ് എൻ്റെ അമ്മയുടെ കുടുംബം, പിന്നെ അവരുടെ കുടുംബം, ഇങ്ങനെ 2-3 തലമുറകൾ. ഓക്കെ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ അമ്മയെ അടക്കം ചെയ്യരുതെന്ന് പറഞ്ഞ് ഈ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ അമ്മയെ അടക്കം ചെയ്യുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു കത്ത് വരുന്നു, അതനുസരിച്ച് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു കല്ലറ അത് പൊളിഞ്ഞു കിടക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു പാലം അത് അടയ്ക്കാൻ പോവാണെന്ന് പറയുന്നു. ഇതെല്ലാം വെച്ചിട്ട് നിനക്ക് തോന്നില്ലേ നമ്മളെ ഇവരൊരു കെണിക്കുള്ളിലാക്കാൻ പോവാണെന്ന്? നമ്മൾ ഇതിനകത്ത് വന്നത് ഒരു കെണിയാണെന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന ജോർജ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, അല്ല മേരി, നിനക്ക് എന്തു പറ്റി? നിന്റെ അമ്മയ്ക്ക് വയ്യാണ്ട് കിടന്ന സമയത്ത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതിൽ ചിന്തിച്ച കൂട്ടിയെ കുറെ കെട്ടുകഥകളാണ് നിന്നോട് പറഞ്ഞത്, നീ അതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുകയാണോ? ഇതൊക്കെ ആരെങ്കിലും ഈ കാലത്ത് വിശ്വസിക്കോ എന്നും പറഞ്ഞ്, ശരി വാ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവാം എന്നും പറഞ്ഞ് മേരിയെ വിളിച്ച് കാറിലെഴുതിയിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കുറെ ദൂരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് റോഡിൽ ഒരു മരം വീണിങ്ങനെ കിടക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടങ്ങ് നിർത്തിയിട്ട് നമ്മുടെ മേരി ഇറങ്ങാനായിട്ട് വരുമ്പോൾ ജോർജ് പറയും, ഇല്ലില്ല, ഇറങ്ങേണ്ട ആവശ്യമില്ല, നീ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞ് അവൻ കാർ പാതിയെ ഈ റോഡിൻ്റെ കൂടെ വശത്തിലൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് വീണ്ടും റോഡിലേക്ക് കയറ്റി കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഇത്രയും നേരം ടാർട്ട് റോഡായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് അത് മൺ റോഡ്. അതുപോലെ കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു വഴി അവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ ജോർജ് പറയും, അതിന് നമ്മൾ അത്രയും ദൂരം പോയില്ലല്ലോ, ഇതെന്തു പറ്റി
ശരി എന്തായാലും റിവേഴ്സ് എടുത്ത് പോവാന്ന് പറഞ്ഞ് വണ്ടി റിവേഴ്സ് എടുത്ത് വരുമ്പോഴത്തേക്കും എന്താന്ന് കാണിക്കുമ്പോൾ അവിടെയും വഴി തീർന്ന് നിൽക്കുകയാണ്. ഇതിപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും നേരം ടാർട്ടർ റോഡിലൂടെയാണ് അവർ പോയത്. ഇപ്പോൾ ഒരു മൺ റോഡിലൂടെ അവർ പോകുന്നു. പക്ഷേ മുന്നിലേക്ക് പോകാനും വഴിയില്ല, പുറകിലേക്ക് പോകാനും വഴിയില്ല. നമ്മൾ അതിന് അധികം ദൂരം പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജോർജ് അവിടെയെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മറ്റൊരു വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു വഴിയെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിലെ ഓടിച്ചിങ്ങനെ പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ജോർജ് ആ ഒരു കാര്യം കാണുന്നില്ല. മേരി കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റോഡിൽ ഒരാൾ നിൽക്കുന്നു. ഹേയ് അയാൾ ഇടിക്കരുതെന്ന് പറയുന്നത് ജോർജ് പെട്ടെന്ന് വണ്ടി തിരിക്കുമ്പോൾ അതുമല്ല നിയന്ത്രണമില്ലാതെ വണ്ടി നേരെ അടുത്തുള്ളൊരു തെങ്ങിലേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയിടി. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ മേരി കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കും ഈ വണ്ടിയിൽ ജോർജിനെ കാണാനില്ല. അവ വെളിയിലേക്ക് പോയെന്ന് വിചാരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ആ ഒരു റോഡിലേക്ക് വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് വലിയൊരു അലാറ ശബ്ദം കേൾക്കുന്നു. ദേ ഇതുപോലെ. എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഒരു പാലത്തിൽ നിന്നുള്ള അലാറമാണ്. അത് അടയ്ക്കാൻ പോകുന്നുള്ള ആ ഒരു അലാറമാണ് ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് മേരി ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നല്ല വേഗതയിൽ ഇങ്ങനെ ഓടുന്നു. അങ്ങനെ കുറെ ദൂരം ഓടണം. ഇവിടെ നിന്നല്ല, ആ ഒരു മണ്ണിട്ട റോഡിൽ നിന്ന് നേരെ ടാർട്ട റോഡിലേക്ക് കയറി അവിടെ നിന്നും പിന്നെ ഓടാണ് നിർത്താതെ ഓടി ഓടി അവസാനം ആ ഒരു പാലത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ ആ ഒരു പാലം തുറന്നു വെച്ചേക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു പാലം കഴിഞ്ഞ് ഇനി എന്തായാലും അപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. അവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ വേറെ ആരെയും മേരി കാണുന്നില്ല. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാതെ മേരി അവിടെ നിന്നും ഇപ്പൊ തിരിച്ച് ഈ ഒരു ദ്വീപിന് നടുവിലേക്ക് വരും. അവിടെയാണ് ഈ ഒരു കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടേക്ക് വരുമ്പോൾ അവിടെയും ഒരു ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ കടകളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ടൊരു കടയിൽ നിന്നും ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം. ഇത് കേൾക്കുന്നത് മേരി അവിടേക്ക് ഓടും. അങ്ങനെ നല്ല വേഗതയിൽ ഓടിയിട്ട് ആ ഒരു കടയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അതൊരു തുണിക്കടയാണ്. അതിനകത്തേക്ക് അവൾ കയറി ആരെങ്കിലും അകത്തുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല. ഓരോ മുറികളിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വെളിയിൽ ഈ ഒരു കടയുടെ വെളിയിൽ നല്ലതുപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഴ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇടിയും മിന്നലും ഈ ഒരു ശബ്ദം അതുമല്ല കുറച്ചുകൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു കടയ്ക്കുള്ളിലെ ഒരു സ്പീക്കറിലൂടെ ആരും സംസാരിക്കുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ അതും കേട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഒരു അലാറ ശബ്ദം ഇതിനകത്ത് കേൾക്കുന്നതും ഇതുകൂടി കേട്ട് പേടിച്ച് മേരി അങ്ങനെ ആ ഒരു കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ അടുത്തൊരു പഴയ മ്യൂസിയം ഉണ്ട്. അതിന് മുന്നിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് വെളിയിൽ നല്ലതുപോലെ മഴ പെയ്യുന്നു. അപ്പോൾ വെളിയിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അടുത്തുള്ള ഒരു ഫോൺ ബൂത്തിലേക്ക് ചെന്ന് വെളിയിലുള്ള ആളുകളെല്ലാം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും വർക്കാവുന്നില്ല. അങ്ങനെ മേരി കുറെ നേരം അവിടെ നിന്നിട്ടാണ് ആലോചിക്കുന്നത്. ആ ഒരു സെമിത്തേരിയിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടല്ലോ, അവരിവിടെ ഒരു പൂക്കട നടത്തുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ എന്തായാലും അവരുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കട കണ്ടുപിടിച്ച് മേരി അവിടേക്ക് ചെന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആ ഒരു കടയിൽ ആരും ഉള്ളതുപോലെ തോന്നുന്നില്ല. കാരണം ഒരുപാട് പഴക്കം ചെന്നതുപോലെ. അങ്ങനെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ആരുമില്ല. ഇപ്പൊ ഈ ഒരു കടയ്ക്കുള്ളിൽ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. അങ്ങനെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഭാഗത്ത് ഇതൊരു ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. മേരി അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബുക്കിൽ മേരിയുടെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഇതൊക്കെയാണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പോഴാണ് പുറകില് മിന്നലടിച്ചിട്ട് അതിന്റെ വെളിച്ചത്തില് എമിലി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരോടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഹീറോയും പുറകിലേക്ക് ചെന്നിട്ട്, ഓ മിസ്സസ് എമിലി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. പിന്നെ വേറെ വഴിയില്ല. എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ച് ഇവിടേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് അവരുടെ കണ്ണുകൾ വെള്ള നിറത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ മേരി ചോദിക്കും, അല്ല എമിലി, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴും അവരങ്ങനെ തന്നെ നിൽക്കാണ്. ഇതിലൂടെ തന്നെ മനസ്സിലായി അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ ഇത് കണ്ട് പേടിച്ചിട്ട് മേരി അവിടെ നിന്നും വീണ്ടും തിരിച്ച് റോഡിലേക്ക് വന്ന് ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവർ ആ ഒരു മോട്ടലിലേക്ക് പോയല്ലോ, അവിടെയാണ് ഒരുപാട് ആളുകളെ കണ്ടിരുന്നത്. ഇപ്പൊ അവിടേക്ക് പോയി സഹായം ചോദിക്കാന്ന് പറഞ്ഞ് അവൾ ഓടി അവിടേക്ക് ചെല്ലും. അങ്ങനെ അതിന് വെളിയിൽ വന്നിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ആളുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവർ നേരത്തെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അവരെല്ലാവരും എവിടെയാണോ നിന്നത് അതേ സ്ഥലത്ത് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇത്തവണ ആരും അനങ്ങുന്നില്ല. എല്ലാവരും ഒരു പ്രതിമയെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ അവൾ കാണുന്നത് സത്യമാണോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ പതിയെ ആ ഒരു ഷോപ്പിനുള്ളിലേക്ക് കയറായിട്ട് ഡോറ് തുറക്കുമ്പോഴത്തേക്കും അവളുടെ പിറകെ കാണിക്കുമ്പോൾ ആഹാ ഒരുപാട് പേര് വെള്ള നിറത്തിലുള്ള കണ്ണുകളായിട്ട് അവളുടെ പുറകെ തന്നെ നിൽപ്പുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇവിടെയുള്ള എല്ലാം പ്രേതങ്ങളാണെന്ന്. അങ്ങനെ മേരി അനങ്ങാതെ നിൽക്കുമ്പോഴത്തേക്കും അതിലൊരു സ്ത്രീ അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നതും പെട്ടെന്ന് അവൾ പേടിച്ച് താഴേക്ക് വീണിട്ട് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി ഒരുപാട് ദൂരം ചെന്നിട്ട് കുറച്ച് കാട് പോലെയുള്ള ഭാഗത്തിനുള്ളിലേക്ക് കയറി ഇങ്ങനെ ഒളിച്ചു നിൽക്കും. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അവളുടെ പുറകെ വേറെടുത്ത വന്നിങ്ങനെ വിളിക്കുന്നു. പേടിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നേരത്തെ ആ ഒരു മോട്ടലിനകത്ത് വെച്ച് ഇവളൊരാളെ കണ്ടിരുന്നല്ലോ, ഒരു ചെറുപ്പക്കാരൻ. അവനാണ്. ഏയ് ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, പേടിക്കണ്ട, എന്നോടൊപ്പം വാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് പോകുമ്പോൾ മേരി ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ സുഹൃത്ത് ജോർജിനെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതുവരെ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ കഴിയും, എന്തായാലും എൻ്റെ പുറകെ വാന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഇങ്ങനെ പോവാണ്. അതുമല്ല അവൻ നടന്നു പോകുന്നത് ശബ്ദം ഉണ്ടാക്കാതെ പതിയാണ്. അപ്പോൾ മേരി പുറകെ ചെന്നിട്ട്, അല്ല സത്യത്തിൽ ഈ ഒരു ദ്വീപിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ വളരെ കാലം മുമ്പ് തന്നെ ഈ ഒരു ദ്വീപിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഈ ഒരു ദ്വീപ് ശപിക്കപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് നിന്റെ അമ്മയും അവൻ ഈ ഒരു ദ്വീപിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കാരണം അവർക്കെല്ലാവർക്കും ഈ ഒരു ദ്വീപുമായിട്ട് ഒരു കരാറുണ്ട്, അത് പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഇവിടെ ഉള്ളത്. അപ്പോൾ മേരി ചോദിക്കും, ആ കടലിൽ നിന്ന് വന്ന മനുഷ്യനെ പറ്റിയാണോ നീ സംസാരിക്കുന്നത്? അതെ. ആ ഒരു കാര്യം നിന്റെ അമ്മ നിന്നോട് പറഞ്ഞു? അതെ, പറഞ്ഞിരുന്നു. അത് അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് ഈ ഒരു ദ്വീപിലേക്ക് വന്നത്? പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് അതൊന്നും വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഒരു ദ്വീപിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവനിപ്പോൾ വ്യക്തമായിട്ട് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു ദ്വീപിൽ ഒരു പിശാച് വന്ന് ഒരു കരാറുണ്ടാക്കി. ആ ഒരു പിശാചിന് ഈ ഒരു ദ്വീപിൽ നിൽക്കണം. അതിനുവേണ്ടി ഒരു മനുഷ്യരുടെ ഊർജ്ജം അതിനാവശ്യമാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ ഒരു ഷോപ്പിനകത്ത് എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ, അതുപോലെ എല്ലാവരുടെയും ശക്തി പതിയെ പതിയെ ആ ഒരു പിശാച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന മമ്മിയെ പോലെയായി മാറും എന്ന് പറയുമ്പോൾ ഹീറോയും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഞാനും അതുപോലെ തന്നെയാണ്. പക്ഷേ എല്ലാ വർഷവും ഈ ഒരു ദ്വീപിൽ ഒരാൾ മാത്രം ഉണർന്നിരിക്കണം. ഇത്തവണ തിരഞ്ഞെടുത്തത് എന്നെയാണ്. അല്ല, അതെന്തുകൊണ്ടാ? അപ്പോൾ അവൻ പറയും, അപ്പോൾ നിന്റെ അമ്മ എന്നെ പറ്റി ഒരു കാര്യം നിന്നോട് പറഞ്ഞില്ല? ഏയ്, അതൊന്നും കുഴപ്പമില്ല. ദേ, അതാണ് എൻ്റെ വീട്. അങ്ങനെ ആ ഒരു വീടും കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും അവൻ്റെ വീടിനകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്കൊരു ബോട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ ഈ ഒരു ദ്വീപ് വിട്ട് നിന്നെ ഞാൻ വെളിയിലേക്ക് കൊണ്ടാക്കും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയതിനു ശേഷം പിന്നെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുത്. അങ്ങനെ അകത്തേക്ക് കയറി ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കാണ് മുകളിലത്തെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവൻ പറയും, മേരി, ദേ ആ ഒരു ടേബിളിൽ ബോട്ടിൻ്റെ കീ ഉണ്ട്, നീ അതിങ്ങ് പോയി എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അവൾ ഓടി വന്ന് ആ ഒരു കീ ടേബിളിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അവൻ പറയും, മേരി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ മുകളിലേക്ക് പോയി നോക്കിയിട്ട് വരാം. പക്ഷേ ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ മുകളിലേക്ക് വരരുതെന്നും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും അവൻ താഴേക്ക് വരുന്നില്ല. അപ്പോൾ മേരി, ഏയ് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് മേരി ഇപ്പോൾ ഒരു ടോർച്ച് എടുത്ത് നേരെ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ മേരി ആ ഒരു ടോർച്ച് കൊണ്ട് മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് വന്ന് എന്തോ ഒരു ശബ്ദം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പതിയെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇവളെ സഹായിക്കാനായിട്ട് വന്ന ആ ഒരുത്തനുണ്ടല്ലോ, അവനെ ഏതോ ഒരു ഡീമൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു. വായിൽ മുഴുവൻ ഈ ഒരു വേരുകൾ പോലെ എന്തൊക്കെയോ ഇങ്ങനെ കയറിയിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട മേരി ആണെങ്കിലും ഈ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിന്റെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ ഒരു റൂമിൽ മുഴുവൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഈ വാക്കി ടോക്കി പോലെ ഒരു കാര്യമുണ്ട്. അതെടുത്തിട്ട് അവൾ പെട്ടെന്ന് അതിൽ കണക്ട് ചെയ്ത് ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് നിന്നും നമ്മുടെ ജോർജ് സംസാരിക്കുന്നു. അപ്പോൾ മേരി, ഹേയ് ജോർജ്, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു പാലത്തിനടുത്തുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മേരി ഇപ്പോൾ അതും കട്ട് ചെയ്ത് ഈ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് പോകണമല്ലോ. അങ്ങനെ അവൾ പേടിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ പുറകില് അവൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നു അവളെ കൊല്ലാൻ വേണ്ടി. ഇത് കാണുമ്പോഴത്തേക്കും മേരി പേടിച്ച് അവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു ഫ്ലെയർ ഗൺ അവൾക്ക് കിട്ടും. അതെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും പെട്ടെന്ന് അവൻ്റെ ദേഹം മുഴുവനായിട്ട് തീ പിടിക്കുകയാണ്. അവൻ്റെ ദേഹത്തുള്ള എല്ലാ ഒരു വേരുകളുണ്ടല്ലോ അതെല്ലാം കത്തി നശിക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ മേരി ഡോറും തുറന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും. അങ്ങനെ മേരി ഓടി ഓടി അവസാനം ഈ ഒരു മെയിൻ സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ഇപ്പം ആ ഒരു കടകളുണ്ട്, അവിടെ ഒരു ഗൺ ഷോപ്പുണ്ട്. അതിനകത്തേക്ക് അവൾ കയറിയിട്ട് അവിടെ നിന്നൊരു തോക്കും എടുത്ത് അതിൽ ബുള്ളറ്റ് എല്ലാം ലോഡ് ചെയ്ത് ആ ഒരു തോക്കും കൊണ്ടാണ് പാലത്തിനടുത്തേക്ക് ഓടി ചെല്ലുന്നത്. അങ്ങനെ ഓടി പാലത്തിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ജോർജ് നിൽപ്പുണ്ട്. പക്ഷെ അവൻ്റെ നിൽപ്പ് കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നില്ല. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ദ്വീപിലുള്ള ആ ഒരു പിശാചുണ്ടല്ലോ ഇവനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ മേരി ചോദിക്കും, നീ ആരാ, നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ ആ ഒരു പിശാച് ഇപ്പോൾ അവളോട് പറയും, ഞാൻ ഈ ഒരു ദ്വീപിലെ സംരക്ഷകനാണ്, നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മേരി ചോദിക്കും, സത്യത്തിൽ നീ ഈ ഒരു ദ്വീപിൽ എന്താ ചെയ്യുന്നത്, ഈ ഒരു ദ്വീപ് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ ഈ ഒരു ദ്വീപും ഈ ഒരു ദ്വീപിലുള്ള ആളുകളും അവരെൻ്റേതാണ്. മരണത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം അത് ഞാനാണ് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീയും ഇനി എൻ്റേതാവാൻ പോവാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയിങ്ങനെ വരുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ അവൾ ആ ഒരു തോക്ക് ഉപയോഗിച്ച് അവനെ അങ്ങ് ഷൂട്ട് ചെയ്യും. അപ്പോൾ ജോർജ് മരിക്കുന്നത് അവൻ്റെ ശരീരത്തിനുള്ള ആ ഒരു പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ മരിച്ചു വീണിട്ട് അവൾ കുറച്ചു നേരം അവൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാലം തുറക്കാനായിട്ട് അവൻ്റെ സെക്യൂരിറ്റി റൂം ഉണ്ടല്ലോ ആ ഒരു റൂം തുറന്ന് അകത്തേക്ക് ചെന്നിട്ട് ഈ ഒരു പാലം അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവളിങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല. അങ്ങനെ അവൾ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ക്യാസറ്റ് അവളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് അവൾ പ്ലേ ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അതിൽ നോക്കി ഈ ഒരു പാലം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ കണ്ടുപിടിച്ച് അതുപയോഗിച്ചിട്ട് ഈ ഒരു പാലം തുറക്കാൻ വേണ്ടി ആ ഒരു സ്വിച്ചെല്ലാം ഇങ്ങനെ ഞെക്കും. അങ്ങനെ അവൾ ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പാലം ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെ അത് ഓപ്പൺ ആവുന്നത് മേരി ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. അങ്ങനെ ആ ഒരു പാലത്തിലൂടെ ഓടി ഈ പാലത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവരിവിടേക്ക് കയറ്റി വിട്ട ആ ഒരു സെക്യൂരിറ്റി പോലെ ഒരാളുണ്ടല്ലോ അയാൾ ഇപ്പോൾ ഒരു തോക്കുമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ മേരി ചോദിക്കും, ഏയ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നത്, എന്നെ എത്രയും എടുത്ത് ഇവിടുന്ന് പുറത്തേക്ക് വിടാൻ പറയുമ്പോൾ അപ്പോൾ അയാൾ പറയും, ഇല്ല എനിക്കത് ഒരിക്കലും കഴിയത്തില്ല, കാരണം ആ ഒരു ഡീമനെ സഹായിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, മരണത്തിന് ശേഷം എനിക്ക് സ്വർഗം തരാമെന്ന് അവൻ പറഞ്ഞിരുന്നു.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടത്തില്ല എന്നും പറഞ്ഞ അയാൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ മേരി പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരിക്കലും ഒരു സ്വർഗ്ഗമല്ല, ഇത് നരകമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാതെ നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, തിരിച്ചു പോകുന്നു പറഞ്ഞ ആ ഒരു തോക്ക് കാണിച്ച് മേരിയെ കൊണ്ട് വീണ്ടും അവളുടെ അമ്മയെ അടക്കം ചെയ്ത ആ ഒരു സെമിത്തേരി ഉണ്ടല്ലോ അവിടേക്ക് തന്നെ മേരിയെ കൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ മേരിയെ കൊണ്ട് ആ ഒരു സെമിത്തേരിയുടെ മുന്നിലേക്ക് വന്നിട്ട് അതിന്റെ ഗേറ്റിനടുത്ത് വരെ വന്നിട്ട് പറയും, ഇവിടം വരെ എനിക്ക് വരാൻ കഴിയത്തുള്ളൂ, ഇനി നീ പോയിക്കോ എന്നും പറഞ്ഞ് അവളെ ഉള്ളിലേക്ക് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ മേരി നടന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മയുടെ ആ ഒരു ശവക്കല്ലറ തുറന്നു കിടക്കാണല്ലോ, അതിന് വെളിയിൽ ആ ഒരു ശവപ്പെട്ടി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അത് കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ പുറകില് അവളുടെ അമ്മ വന്നിങ്ങനെ നിൽക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കി അവളുടെ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും, ഇതൊന്നും റിയൽ അല്ല, ഇതെല്ലാം എനിക്ക് തോന്നുന്നതാണ്, ഇതവർ ചിലപ്പോൾ സ്വപ്നമായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം റിയൽ തന്നെയാണ്. അങ്ങനെ മേരിയുടെ അമ്മ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടം, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ മേരി ഓടി പുറകെ വരുമ്പോഴത്തേക്കും അവരിപ്പോൾ ആ ഒരു കടൽ തീരത്തേക്കാണ് ഓടി പോകുന്നത്. അങ്ങനെ ഓടി ഓടി ആ ഒരു കടലിലേക്ക് ഇറങ്ങാനായിട്ട് അവരവിടേക്ക് പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോഴാണ് മേരി ഒരു കാര്യം കാണുന്നത്. കടലിലെ ആ ഒരു ഇടിമിന്നലെല്ലാം കാണിക്കുമ്പോഴത്തേക്കും അതിനിടയിൽ ഒരു വലിയ രൂപം ഇങ്ങനെ നിൽക്കുന്നു. സത്യത്തിൽ അതാണ് ഈ ഒരു ദ്വീപിനെ നിയന്ത്രിക്കുന്ന ആ ഒരു വലിയ പിശാച്. അപ്പോഴാണ് മേരിയുടെ അമ്മ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ അവളെ നോക്കുമ്പോഴത്തേക്കും മേരി പറയുന്നുണ്ട്, സോറി അമ്മ, എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു പിശാച് മേരിയുടെ അമ്മയെ കടലിലേക്ക് വലിച്ചെടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് മേരി ആലറി വിളിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ അവളുടെ പിറകിൽ ഈ ഒരു ദ്വീപിലുള്ള എല്ലാ ആളുകളും അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് അവൾ ആ ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ ഒരു ദ്വീപിലുള്ള ആളുകൾ ആ ഒരു പിശാചുമായിട്ട് എന്തൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവളുടെ അമ്മ ഇവിടേക്ക് വന്നത് എന്നുള്ള എല്ലാ സത്യങ്ങളും അവൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മേരിയുടെ കണ്ണും വെള്ള നിറത്തിലാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവളും ഈ ഒരു ദ്വീപിലൊരു അംഗമായിട്ട് മാറിയതാണ് അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മേരിയും അവളുടെ അമ്മയും വീണ്ടും ഇരുന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം മേരിയുടെ അമ്മ പറയുന്നത്, ഞാൻ നിന്നോട് കാര്യം പറയാൻ മറന്നു, എനിക്കൊരു സഹോദരനുണ്ട്, അവൻ മരണപ്പെട്ടത് വെള്ളത്തിൽ മുങ്ങിയാണ്, പക്ഷെ നീന്താൻ അറിയുന്ന അവൻ എങ്ങനെ മുങ്ങി മരിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ശവസംസ്കാര ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ മുറിയിലിരുന്ന് കരയുമ്പോൾ മുറിയുടെ വെളിയിൽ എന്തോ ഒരു ശബ്ദം കിട്ടും. ഞാൻ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അതെൻ്റെ സഹോദരനായിരുന്നു. എന്നെ കണ്ടതും അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. അവൻ്റെ പുറകെ ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മാത്രമേ പോകത്തുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരിക്കലും എൻ്റെ സഹോദരനല്ലാന്ന്. അങ്ങനെ പേടിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചോടുമ്പോൾ തിരിച്ചിവിടേക്ക് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും മേരിയുടെ അമ്മ ആ ഒരു ദ്വീപിലേക്ക് ചെന്ന് പെടാൻ കാരണം അവളുടെ സഹോദരനാണ്. പക്ഷേ മേരിയുടെ അമ്മ ആ ഒരു ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. എന്നിട്ടാണ് മേരിയോട് ഒരിക്കലും ആ ഒരു ദ്വീപിലേക്ക് പോകരുത്, എൻ്റെ ശരീരം ഒരിക്കലും ആ ഒരു ദ്വീപിൽ അടക്കം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷെ മേരി ഇതൊന്നും വലിയ രീതിയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ അമ്മയെ ആ ഒരു ദ്വീപിൽ തന്നെ അടക്കം ചെയ്തു. അതുവഴി ആ ഒരു ഡീമനെ മേരിയെ ഈ ഒരു ദ്വീപിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡീമനായിട്ട് കരാറുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു തലമുറയിലുള്ള എല്ലാവരും ഈ ഒരു ദ്വീപിലേക്ക് വരണം എന്നാണ് കരാറ്. അതനുസരിച്ചാണ് നമ്മുടെ മേരി ഇപ്പോൾ ആ ഒരു ദ്വീപിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ദ്വീപിലെ ഓഫ് സീസൺ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇത് സീസൺ സമയമാണ്, അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ അവിടേക്ക് വരും. അപ്പോൾ ആ ഒരു ദ്വീപിലുള്ള ആളുകളുണ്ടല്ലോ അവരെല്ലാവരും ഇപ്പോൾ സാധാരണ ആളുകളെ പോലെ തന്നെ കഴിയും. കാണിക്കുമ്പോഴത്തേക്ക് രണ്ടുപേര് ആ ഒരു ദ്വീപിലേക്ക് വന്നിട്ട് അവിടെ ഒരു പൂക്കടയിലേക്ക് വന്ന് പൂ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു കടയ്ക്കകത്ത് നിന്ന് വരുന്നത് ആരാണെന്നറിയോ? നമ്മുടെ മേരി. കാരണം അവൾ ഈ ഒരു ദ്വീപിലെ ആളായതുകൊണ്ട് ഇനി മുതൽ അവളും ഇവിടെ തന്നെ ഉണ്ടാവും. അതുമല്ല ഈ ഒരു ദ്വീപിന്റെ ഓഫ് സീസൺ ആവാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടിയല്ലോ. അപ്പോൾ ഈ ഒരു സഞ്ചാരികൾ പറയുന്നുണ്ട്, ഈ ഒരു ദ്വീപ് വിട്ട് പോകാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, അത്രയും നല്ലതാണ്, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാലെന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും മേരി പറയും, ഏയ് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകണം, എന്നിട്ട് അടുത്ത സീസൺ ആകുമ്പോൾ ഇവിടേക്ക് തിരിച്ചു വരണം, കാരണം ഇനി ഉടനെ തന്നെ ഇവിടെ ഓഫ് സീസൺ ആവാൻ പോവാണ് എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഒരു ദ്വീപിലകപ്പെട്ട ഒരാൾക്കും ഈ ഒരു ദ്വീപ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അതുപോലെ ഈ ഒരു ഓഫ് സീസൺ ആകുമ്പോഴും ഇതിനകത്തേക്ക് കയറുന്നവർക്കും ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയത്തില്ല, കാരണം അവർക്കറിയാം അവരവിടെ പെട്ടുപോയിരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് മേരി ഈ രണ്ട് സഞ്ചാരികളെ ഇവിടെ നിർത്താനായിട്ട് തയ്യാറാവാത്തത്. അപ്പോൾ ഇവരുടെ മരണം വരെയും ഇവർ ഈ ഒരു ദ്വീപിനുള്ളിൽ ആ ഒരു ഡീമിന് വേണ്ടി നിൽക്കണം. അങ്ങനെ നമ്മുടെ മേരിയും ഈ ഒരു ദ്വീപിലെ ഒരാളായിട്ട് മാറി ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.